നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ റിക്രൂട്ട്മെന്റിനെ പറ്റിയാണ്. ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പം ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങളുടെ ഫിസിക്കൽ ഇല്ല. ഫിസിക്കൽ ഇല്ലാതെയുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വേക്കൻസിയെ പറ്റിയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്കൽ ഇല്ല. ഫിസിക്കൽ ഇല്ലാതെ നിങ്ങളുടെ ഒള്ളി ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ആണ്. അത് കണക്ക് തന്നെ ഇതിനകത്ത് ഓട്ടവോ ചാട്ടവോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അതുകൂടാതെ ഇതിനകത്ത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും വേണ്ടിയുള്ളവർക്കാണ് ഈ പോസ്റ്റ് മൊത്തം, ഈ വേക്കൻസി മൊത്തം വന്നിരിക്കുന്നത്. 12ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് LDC അങ്ങനെയുള്ള ഹിന്ദി ടൈപ്പിംഗ് നമുക്കറിയത്തില്ല. ടൈപ്പിസ്റ്റിന് 12ാം ക്ലാസ്. അതുകൂടാതെ ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ പോസ്റ്റ് ഉണ്ട്, അതിനും 12. ഇതൊഴിച്ച് ബാക്കിയുള്ള ഞാൻ താഴെ കാണിക്കുക ഏതൊക്കെ പോസ്റ്റ് ആണെന്ന്. അപ്പൊ അതിനൊക്കെ 10ാം ക്ലാസ്സാണ് ചോദിക്കുന്നത്. ഈ 2 പോസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങളോട് 12ാം ക്ലാസ് ചോദിക്കുന്നുള്ളൂ. അതുകൂടാതെ നിങ്ങൾ ഓൺലൈൻ അല്ല, അങ്ങനല്ല, നിങ്ങൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക, ഫില്ലപ്പ് ചെയ്യുക. നിങ്ങളുടെ അവർ ചോദിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് അയക്കണം. ഏത് പോസ്റ്റിന്റെ എങ്ങോട്ട് അയക്കണം അല്ലെങ്കിൽ ഏത് അഡ്രസ്സിൽ അയക്കണം എന്നുള്ള കാര്യം ഞാൻ താഴെ പറയുന്നതാണ്. അവരുടെ നോട്ടിഫിക്കേഷൻ കാണിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവരുടെ എയർഫോഴ്സിന്റെ നോട്ടിഫിക്കേഷനാണ് ഈ വന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഭാരതീയ വായുസേന, ഇന്ത്യൻ എയർഫോഴ്സ്, ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഓഫ് ഗ്രൂപ്പ് C സിവിലിയൻ പോസ്റ്റ് ഇൻ IAF. അതായത് ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇതിനകത്ത് നിങ്ങളുടെ ഓട്ടവോ ചാട്ടവോ അങ്ങനെയുള്ള ഫിസിക്കൽ ടെസ്റ്റുകളില്ല. ഇത് എക്സാം ഉണ്ട്. ആ എക്സാമിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് ചെയ്യുന്നത്. അവരുടെ ഒഫീഷ്യൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഹിന്ദി ടൈപ്പിസ്റ്റ്, കുക്ക് ഉണ്ട്, സ്റ്റോർ കീപ്പർ ഉണ്ട്, കാർപ്പൻ്റർ ഉണ്ട്, പെയിന്റർ ഉണ്ട്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഉണ്ട്, മെസ് സ്റ്റാഫ് ഉണ്ട്, ലണ്ടറി സ്റ്റാഫ് ഉണ്ട്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വേക്കൻസി ഉണ്ട്. ഇതൊക്കെ വേക്കൻസിയാണ്. അതിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എലിജിബിൾ ക്രൈറ്റീരിയ എന്തായിരിക്കണം, എത്ര വയസ്സ്, ഏജിന്റെ കാര്യത്തിൽ ഇവരെന്താണ് പറയുന്നത്, അപ്ലൈ എങ്ങനെ ചെയ്യണം, നിങ്ങളുടെ ആ ഫോം എന്താണ്, ആ ഫോം എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, അതിൻ്റെ ആ ലിങ്ക്, ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പം അതിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എൻ്റെ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ് 2025 വേക്കൻസി വായുസേന ഭർത്തി. ഓർഗനൈസേഷൻ ഇന്ത്യൻ എയർഫോഴ്സ് IAF. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ വേക്കൻസി ഉണ്ട്, MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. അതുകൂടാതെ ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ വേക്കൻസി ഉണ്ട്, ഹൗസ് കീപ്പിംഗിന്റെ ഉണ്ട്, ഹിന്ദി ടൈപ്പിസ്റ്റിന്റെ ഉണ്ട്, സ്റ്റോർ കീപ്പറിന്റെ ഉണ്ട്, ലണ്ടറിമാന്റെ ഉണ്ട്, കുക്കുണ്ട്, പെയിന്റർ ഉണ്ട്, കാർപ്പൻ്റർ ഉണ്ട്, മെസ് സ്റ്റാഫ് ഉണ്ട്, ഡ്രൈവർ ഉണ്ട്. ഇത്രയും വേക്കൻസികൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്ലൈ മോഡ് എന്ന് പറയുന്ന ഓഫ്ലൈൻ ആണ്. നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ഞാൻ പറയാം എങ്ങനെയാണത് അപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫോം എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഹൂ ക്യാൻ അപ്ലൈ? ആൾ ഇന്ത്യ മെയിൽ ആൻഡ് ഫീമെയിൽ. നിങ്ങൾ ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റിലായിക്കോട്ടെ, ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലായിക്കോട്ടെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ് 2025 സാലറി ലെവൽ 1 to 2 ആസ് പെർ മെട്രിക് 7 to CPC. എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ് 2025 ഏജ് ലിമിറ്റ്. മിനിമം ഏജ് എന്ന് പറയുന്ന 18 വയസ്സാണ്. മാക്സിമം ഏജ് എന്ന് പറയുന്നത് 25 വയസ്സാണ്. ഏജ് റിലാക്സേഷൻ ഈസ് ആപ്ലിക്കബിൾ ആസ് പെർ റൂൾ അനുസരിച്ചുള്ള കൺസിഡറേഷൻ ഉണ്ടായിരിക്കുന്നതാണ്, റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ OBC നിൽ, SC ST PWD ഇതിന് നിൽ. അതായത് ആർക്കും ഒരു പൈസ പോലും നിങ്ങൾക്ക് കൊടുക്കേണ്ട. കാര്യം പരീക്ഷയുണ്ട്, അത് എയർഫോഴ്സിൻ്റെയാ. അപ്പം നിങ്ങൾക്ക് അതിന് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് റിട്ടേൺ എക്സാം. നിങ്ങളുടെ എക്സാമിന്റെ ഇതിൽ നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ആയവരെ അപേക്ഷിക്കാൻ നിങ്ങൾക്ക്. ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ്, ഇതാണ് മെയിൻ കാര്യം. നിങ്ങളുടെ CV നിങ്ങൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ CV നല്ലതായിട്ട്, നിങ്ങൾ ഒരു ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തി CV റിവൈസ് ചെയ്ത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ വെക്കുക.
പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ആധാർ കാർഡ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഏജ് പ്രൂഫ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കരുതിക്കൊണ്ട് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. ഹൗ ടു അപ്ലൈ എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ് 2025. Candidate, please read the official information carefully from the official website. അതായത് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്. ഇനിയും നമുക്ക് അത് താഴോട്ട് പോകുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിനകത്ത് ഇമ്പോർട്ടന്റ് ഡേറ്റ് പറയുന്നത് ഓൺലൈൻ ഫ്രം സ്റ്റാർട്ടിംഗ് ഡേറ്റ് 17 മെയ് തൊട്ട് ഇത് തുടങ്ങി. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ഓൺലൈൻ 30 ദിവസത്തേക്ക്, അതായത് 17 ദിവസം തൊട്ട് 30 ദിവസം വരെ, 17 തൊട്ട് 30 ദിവസത്തേക്കാണിത്. ആപ്ലിക്കേഷൻ ഫോം എവിടുന്ന് കിട്ടുമെന്നുള്ള ഈ ക്ലിക്ക് ചെയ്താൽ മതി. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് രണ്ടിൻ്റെയും ഞാൻ വീഡിയോ ഇടാം. ഞാൻ ഇടുന്ന വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ രണ്ടിൻ്റെയും ലിങ്ക് തരുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നോട്ടിഫിക്കേഷനിൽ അവരെന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഭാരതീയ വായുസേന ഇന്ത്യൻ എയർഫോഴ്സ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്. ഒന്നാം നമ്പർ സീരിയൽ നമ്പറിൽ ഒന്നാം സീരിയൽ നമ്പറിൽ വരുന്ന ഇത്രയും പോസ്റ്റുകൾ, അതായത് ഈ ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഹിന്ദി ടൈപ്പിസ്റ്റ്, കുക്ക്, സ്റ്റോർ കീപ്പർ, കാർപ്പൻറ്റർ, പെയിന്റർ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, MTS, മെസ് സ്റ്റാഫ്, ലണ്ടറിമാൻ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ഇങ്ങനെയുള്ള ഈ ഒരു ഒന്നാം സീരിയൽ നമ്പർ 1 തന്നിരിക്കുന്ന ഇതെല്ലാം ഈ എയർഫോഴ്സ് കമാൻഡിംഗ്, എയർഫോഴ്സ് സ്റ്റേഷൻ, അർജന്റ് സിംഗ്, പനങ്കട്ട്, വെസ്റ്റ് ബംഗാൾ, ഈ ഒരു ഇവിടെ പിൻകോഡും തന്നിട്ടുണ്ട്. ഈ ഒരു അഡ്രസ്സിലാണ് ഇത്രയും. ഞാൻ തരുന്ന വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ നല്ല കണക്ക് പഠിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് കണക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ നിങ്ങൾ കൊടുക്കേണ്ടത് 12ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇതിനകത്ത് ഇത് കൊടുക്കേണ്ടത് എയർ ഓഫീസർ കമാൻഡിംഗ്, എയർഫോഴ്സ് സ്റ്റേഷൻ, തേജ്പൂർ, ആസാം 784104 പിൻകോഡാണ്. ഇനി വരുന്നത് ഹിന്ദി ടൈപ്പിസ്റ്റിന്റെ, അത് ഞാൻ പറയുന്നില്ല, കാര്യം നമുക്കതുമായിട്ട് ബന്ധമില്ല. എനിക്ക് തോന്നുന്നില്ല നമ്മളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹിന്ദി ടൈപ്പിംഗ് അറിയാവോ എന്ന്. ഇനി ഇത് ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ ഉണ്ട്. ഇതിനകത്ത് എയർഫോഴ്സ് കമാൻഡിംഗ്, എയർഫോഴ്സ് സെൻട്രൽ അക്കൗണ്ട് ഓഫീസ്, AFCAO, സർവോട്ടോ പാർക്ക്, ന്യൂഡൽഹി. ഇതാണ് ഈ ഒരു അഡ്രസ്സ് നിങ്ങൾ ചെക്ക് ചെയ്യണം, നിങ്ങൾ മനസ്സിൽ വെക്കണം. നിങ്ങൾ നോട്ടിഫിക്കേഷനിലുണ്ട്. ആ നോട്ടിഫിക്കേഷനിൽ നോക്കി നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപേക്ഷിക്കുന്നത് അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ അപേക്ഷിക്കണം. അതായത് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സുകാർക്കും ഉള്ളതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്, ഇതൊക്കെ ഓരോ കാര്യത്തിനെ പറ്റി പറയുന്നതാണ്. ഇവിടെ ചെറുതായിട്ട് പറയുന്നുണ്ട് റിട്ടേൺ ടെസ്റ്റ്. ദ മാക്കിംഗ് സിസ്റ്റം വിൽ ബി ആസ് അണ്ടർ റിട്ടേൺ ടെസ്റ്റ് 100% വെയിറ്റേജ്, സ്റ്റിൽ പ്രാക്ടിക്കൽ ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫയിങ് ഓൺലി. അതായത് 100% നിങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ പ്രാക്ടിക്കൽ ആയിട്ട് സ്കില്ലിന്റെ, അതായത് ഇതിനകത്ത് കാർപ്പൻറ്റർ ഉണ്ട്. അപ്പം അവരുടെ സ്കിൽ ടെസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, സ്കിൽ ടെസ്റ്റ്. അത് റിട്ടേൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വളരെ ഈസി ആയിരിക്കും. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സുകാർക്കുള്ള ടെസ്റ്റാണ്. അത് വളരെ ഈസി ആയിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ഇനി ആപ്ലിക്കേഷൻ, ഞാൻ അത് പറയാൻ മറന്നുപോയി. ഇവിടെ ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ്. നിങ്ങൾ ഏത് പോസ്റ്റ് ആണെന്ന് എഴുതണം, ഏത് യൂണിറ്റിലാണെന്ന് എഴുതണം, പോസ്റ്റ് അപ്ലൈഡ് ഫോർ ഏത് പോസ്റ്റിന് അപ്ലൈ ചെയ്തെന്ന് എഴുതണം, നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് നെയിം എഴുതണം, ബ്ലോക്ക് ലെറ്റേഴ്സിലായിരിക്കണം എല്ലാം, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അറ്റാച്ച് കോപ്പി ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, സെൽഫ് അറ്റസ്റ്റഡ്. നിങ്ങൾ തന്നെ, അതായത് ആരെ കൊണ്ട് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ തന്നെ അറ്റസ്റ്റ് ചെയ്ത് ആ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ആ ഒരു പേജ് നിങ്ങൾ ഫോട്ടോ കോപ്പി എടുത്തിട്ട് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾ കൊടുക്കണം. ഏജ് ആസ് ഓൺ ലാസ്റ്റ് ഡേറ്റ് അത് കൊടുക്കണം. ഇനി പ്രിസ്ക്രൈബ്ഡ് ഫോർ റെസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ, അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ്. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് കറസ്പോണ്ടൻസ് ചെയ്യാനുള്ള അഡ്രസ്സ് കൊടുക്കണം. ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, വില്ലേജ്, പോസ്റ്റ് ഓഫീസ്. വളരെ ലളിതമായ അപ്ലൈയിങ് മെത്തേഡാണ്. കാസ്റ്റ് ജനറൽ OBC പെർമനന്റ് അഡ്രസ്സ് കൊടുക്കണം. ഇനി
കാസ്റ്റ് ജനറൽ OBC, അറ്റാച്ച് സെൽഫ് അസസ്റ്റഡ് സർട്ടിഫിക്കറ്റിന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC ST OBC ആണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോകോപ്പി എടുത്ത് സെൽഫ് അസസ്റ്റ് ചെയ്ത് വെക്കണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അറ്റാച്ച് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് സെൽഫ് അസസ്റ്റ് അത് നിങ്ങൾ തന്നെ അസസ്റ്റ് ചെയ്താൽ മതി. എനി അതർ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കണം. ഇവിടെ പ്രഷറിന് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസിനെ പറ്റി പറയുന്നില്ല. ഇവർ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനി അതർ ക്വാളിഫിക്കേഷൻ ഓർ നിങ്ങൾക്ക് ഇത് കൂടാതെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ എഴുതണം. അതിന്റെ സർട്ടിഫിക്കറ്റ് കാറ്റഗറി ഫോർ വിച്ച് അപ്ലൈഡ്, ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തെന്നുള്ള കൊടുക്കണം. ടെക്നിക്കൽ ട്രെയിനിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എഴുതണം. ഡൊമിസിൽ ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് സെൽഫ് അസസ്റ്റഡ് കോപ്പി ഇതിന്റെ. അപ്പൊ ഇത്രയൊക്കെയാണ്. ബാക്കി ഇവിടുന്ന് താഴോട്ട് വരുന്ന ചെറിയ ഒരു ഇതാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് വരുന്ന ഫോർ ഒഫീഷ്യൽ റെക്കോർഡ് ഒള്ളി എന്നാ പറയുന്നത്. റിസീവ്ഡ് ഓൺ അതൊക്കെ അവരുടെ കാര്യങ്ങളാണ്. അപ്പം ഇതാണ് ഒരു ആപ്ലിക്കേഷൻ ചെയ്ത്. അപ്പം നിങ്ങൾ ഇത് ശരിയായിട്ട് ചെയ്ത് അപേക്ഷിക്കുക. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യൻ എയർഫോഴ്സ് നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുക.